താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ. ലക്കിടി വ്യൂ പോയിന്റിന് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴി കടന്നു പോകണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ദീപക് മോഹനുണ്ട് നമുക്കൊപ്പം. പ്രേക്ഷകർ കാണാം, തലനാരിഴയ്ക്കാണ് അവിടെ യാത്രക്കാർ രക്ഷപ്പെട്ടത്. വ്യൂ പോയിന്റിന് സമീപത്താണ് വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. റോഡ് ഇപ്പോൾ ബ്ലോക്കായി കിടക്കുകയാണ്. കുറ്റ്യാടി ചുരം വഴി വാഹനങ്ങൾ പോകണം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലക്കിടി വഴി താഴേക്ക് ഇപ്പോൾ വാഹനം ഇറങ്ങുന്നില്ല. അവിടെ ഈ മരങ്ങൾ മുറിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. റോഡിന് കുറുകെ മരം വീണ് കിടപ്പുണ്ട്. മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് റോഡ് ഗതാഗതം ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ തടസ്സപ്പെട്ടിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വാഹനങ്ങൾ താമരശ്ശേരി ചുരം വഴി കയറിപ്പോകരുത് എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ഒരു കാരണവശാലും താമരശ്ശേരി ചുരം വഴി കയറിപ്പോകരുത്. നിങ്ങൾ അവിടെ ബ്ലോക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറ്റ്യാടി ചുരം വഴി കടന്നു പോകണമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, എപ്പോഴാണ് മണ്ണിടിഞ്ഞത്? പൂർണ്ണമായും ഗതാഗതം അവിടെ സ്തംഭിച്ച നിലയിലാണോ? ഈ രാത്രി കൊണ്ട് തന്നെ മണ്ണ് നീക്കാൻ കഴിയുമോ? അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? വയനാട് ചുരത്തിൽ നിന്നും ദീപക് മോഹൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. മരങ്ങളും കല്ലും റോഡിലേക്ക് പതിച്ചിരുന്നു. വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി. വാഹനം പൂർണ്ണമായും ആ ഗതാഗതം പൂർണ്ണമായും അവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കുറ്റ്യാടി ചുരം വഴി മാത്രമേ ഇനി കടന്നു പോകാൻ കഴിയുകയുള്ളൂ. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ലക്കിടിയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ. വ്യൂ പോയിന്റിന് സമീപത്താണ് മണ്ണിടിഞ്ഞു വീണത്. മരങ്ങൾ പോലും വീണു. വലിയ പാറക്കഷണങ്ങൾ വന്ന് റോഡിന് കുറുകെ വീണു. ഭാഗ്യത്തിന് അതുവഴി വാഹനം കടന്നുപോയതിൻ്റെ തൊട്ടിടവേളയിലാണ് ഈ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായത്. സാധാരണ വാഹനങ്ങളൊക്കെ അവിടെ നിർത്തി വ്യൂ പോയിന്റിൽ കാഴ്ച കാണാൻ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം, തത്സമയ ദൃശ്യങ്ങളാണ്. ഒരു വലിയ ആൾക്കൂട്ടം അവിടെയുണ്ട്. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹൻ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. തത്സമയ വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. അവിടെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആളപായം ഉണ്ടായിട്ടില്ല, അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, ഇപ്പോൾ നമ്മൾ സംഭവ സ്ഥലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണോ? അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വാഹനങ്ങൾ പൂർണ്ണമായും വഴിതിരിച്ചു വിടുകയാണോ? അരുൺകുമാർ, വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 2 JCB ഉപയോഗിച്ച് ഇവിടെ നിന്ന് മണ്ണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്ന വിവരം. ഏതായാലും വലിയ ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും ആണ് ഇപ്പോൾ പൊതുവിൽ ആദ്യം പ്രാഥമികമായി കിട്ടുന്ന ഒരു നിഗമനം. ഈ വയനാട് ചുരത്തിനടുത്ത്, അതായത് വയനാട് കോഴിക്കോട് ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് വരുന്ന പ്രദേശത്തായി ഈ ലക്കിടിക്ക് സമീപമുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു ഭാഗത്ത്, അതായത് ഒരു വ്യൂ പോയിന്റിന് സമീപമുള്ള പ്രദേശത്ത് പാറയും കല്ലുമൊക്കെ റോഡിലേക്ക് മണ്ണിടിച്ചിലായി വന്നത്. ഈ ഭാഗത്ത് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ വലിയ മഴയുണ്ടായിരുന്നു. പക്ഷേ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ പ്രദേശത്ത് ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ മറ്റ് സന്നദ്ധ പ്രവർത്തകരടക്കം എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അല്പം മുൻപ് എത്തിയിട്ടുണ്ട്. നിലവിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. ഈ വയനാട് ചുരത്തിലേക്ക്, അതായത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്കൊക്കെ വരുന്ന ആളുകൾ ഈ ഭാഗത്ത് നിന്ന് താമരശ്ശേരി ചുങ്കം വഴി തിരികെ ഇവിടെ നിന്ന് മടങ്ങി മറ്റ് വഴിയിലൂടെ തിരിച്ചുവിടുമെന്നുള്ള കാര്യം ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഈ ഭാഗത്ത് ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. വയനാട്ടിലേക്കും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യം. ചുരത്തിൻ്റെ പകുതി, അതായത് 9 വളവുകളാണ് ഈ താമരശ്ശേരി ചുരത്തിലുള്ളത്. ആകെ 17 കിലോമീറ്ററിലുള്ള 9 വളവുകളിൽ വയനാട് കവാടത്തിനടുത്തേക്ക് എത്തുന്ന സ്ഥലത്താണ് ഇപ്പോൾ കംപ്രസർ അടക്കം ഇവിടെ കൊണ്ടുവന്ന് പാറ പൊട്ടിച്ച് നീക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത്. അരുൺ, ഇപ്പോൾ അവിടെ വാഹനങ്ങൾ വല്ലതും കുടുങ്ങിക്കിടപ്പുണ്ടോ ദീപക്? ഇത് വാഹനം പോയി തൊട്ടു പിന്നാലെയാണ് മണ്ണിടിഞ്ഞ് വീണത് അല്ലേ? ഒരുപക്ഷെ കാറോ ഇരുചക്ര വാഹനങ്ങളോ ഒക്കെ ആ സമയത്ത് അതുവഴി കടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നു. അരുൺകുമാർ, നിലവിൽ ആളപായങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് അടക്കം ഈ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റുകയാണ്. 2 JCB ഉപയോഗിച്ച് 2 ഭാഗത്തും, അതായത് ചുരത്തിൽ നിന്ന് ഈ ചുരത്തിന്റെ ലക്കിടി കവാടത്തിന് തൊട്ടടുത്തുള്ള വ്യൂ പോയിന്റിന് സമീപത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ പാറകളും മണ്ണുമൊക്കെ ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ആളപായങ്ങളൊന്നും ഇല്ലാത്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ വലിയ ചേരുന്നുണ്ട് ദീപക് മോഹൻ. മിനിസ്റ്റർ, വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത്. ഭാഗ്യം കൊണ്ട് അപകടം ഉണ്ടായിട്ടില്ല. രാത്രി തന്നെ പൂർണ്ണമായിട്ടും നമുക്കത് ക്ലിയർ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ചെറിയ തടസ്സമുണ്ട്. എങ്കിലും നമ്മുടെ കളക്ടറും
വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെല്ലാം തന്നെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. മണ്ണ് നീക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഗതാഗത തടസ്സം മാറ്റാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ഈ വണ്ടിയുടെ ബ്ലോക്ക് കാരണം പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ മിനിസ്റ്റർ, ഇനിയും അവിടെ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ ആ ഭാഗത്ത്? അതെ, മണ്ണ് ഇങ്ങനെ നിരങ്ങി ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോ വീണ്ടും ഇടിയാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവിടെ എന്തെങ്കിലും ഇനി ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടി വരും അല്ലേ? അതെ അതെ അതെ, സംവിധാനം ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഇപ്പോ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള, വയനാട് കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സൈറ്റിലുണ്ട്. അപ്പോൾ മണ്ണ് നീക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഗതാഗതം ചെറിയ രീതിയിൽ ഇങ്ങനെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ താങ്ക് യു. മിനിസ്റ്റർ കേളുവാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് രാത്രിയിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ മിനിസ്റ്ററും പറയുന്നത്. ഇപ്പോൾ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത വിധം മണ്ണും പാറയും വലിയ മരക്കഷ്ണങ്ങളുമാണ് റോഡിന് കുറുകെ വീണത്. ലക്കിടി വ്യൂ പോയിന്റിന് സമീപമായിരുന്നു വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്.